പാട്ടുകളുടെ അത്ഭുത ലോകത്തിലേക്ക് അത്ഭുതമൂറുന്ന ഹൃദയത്തോടു കൂടി നമുക്കൊരു യാത്ര നടത്താം. പാടുന്നവൻ പല മടങ്ങ് പ്രാർത്ഥിക്കുന്നു എന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞത് വളരെ സത്യമാണ്. സെയിൻറ്റ് സിസിലിയ ഇങ്ങനെ പറയുന്നുണ്ട്: പാട്ട് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. പാട്ടൊരാളെ ചിറക് നൽകി ആകാശത്തോളം സ്വർഗത്തോളം ഉയർത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ക്രൈസ്തവ ഗാന രംഗത്തേക്ക് പ്രവേശിക്കാം. ക്ലാസിക് ക്രിസ്ത്യൻ മ്യൂസിക് അത്ഭുതകരമായ രോഗശാന്തി നൽകുന്ന ഒരു അത്ഭുത പാട്ടിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാം. അത്ഭുത പാട്ട്, അത്ഭുത രോഗശാന്തി നൽകുന്ന പാട്ട് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അത് ഞാൻ എക്സാജറേറ്റഡ് ചെയ്ത് പറയുന്നതൊന്നുമല്ല, ഡോക്ടർമാർ പറയുന്നതാണ്. ഹാർട്ട് ഡിസീസും അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, സ്ട്രോക്ക് ഡിസീസസ് ഇതെല്ലാം മാറ്റി BP നോർമലാക്കി അങ്ങനെ 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 ഒരുപാട് രോഗികൾക്ക് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് നൽകുന്ന ഒരു പാട്ട്. ആ പാട്ടിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പാട്ടിൻ്റെ ചരിത്രത്തിലൂടെ ആദ്യം ഒന്ന് സഞ്ചരിക്കാം. ലോകത്ത് ഏറ്റവും പോപ്പുലറായ പാട്ട് ഏതാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദ മോസ്റ്റ് പോപ്പുലർ സോങ് ഇൻ ദ എൻറ്റയർ വേൾഡ്, ദ എൻറ്റയർ ഹിസ്റ്ററി ഏത് പാട്ടാണ്? ആ പാട്ട് ഏതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സത്യത്തിൽ ആ പാട്ട് 1835 രണ്ട് ടീച്ചേഴ്സ്, പാറ്റി ഹിൽ, മിൽഡ്രഡ് എന്നു പേരായ രണ്ട് ടീച്ചേഴ്സ്, അവർ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രവേശന ഗാനമാണ്, ആശംസ ഗാനം. ആ പാട്ട് പിന്നെ ദ മോസ്റ്റ് പോപ്പുലർ സോങ് ആയി മാറി. ഇന്നും ലോകത്തിൻ്റെ എല്ലാ കോർണറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പാട്ട് ആ പാട്ടാണ്. ട്യൂണ് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വന്നു പതിക്കുമ്പോൾ ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ വരും? അതിൻ്റെ ആദ്യമേ രൂപം ഞാൻ പറഞ്ഞല്ലോ, ആശംസാ ഗാനമായിരുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് തുടങ്ങുന്ന ആ പാട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം അത് ഏതാണ് ആ പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ പാട്ടാണ് ഏറ്റവും പോപ്പുലറായ പാട്ട്. ഇനി പാട്ടിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ മരണപ്പാട്ടെന്നറിയപ്പെടുന്നൊരു പാട്ടുണ്ട്. അതൊരു ഹംഗേറിയൻ പാട്ടാണ്. ആ പാട്ട് ഗ്ലൂമി സൺഡേ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്നു. പാട്ട് കേട്ട് മരണത്തിൻ്റെ വഴിയിലേക്ക് നടന്നവർ ധാരാളം. പാട്ട് രചിച്ച് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച റെസോസേരസ് തന്നെ മരണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. 100ഓളം ആളുകളാണ് മരിച്ചത്. അങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ള പാട്ടുകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദ സോങ് ദാറ്റ് കിൽസ് എന്നാണ് ആ പാട്ടിനെക്കുറിച്ച് പറയുക. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ ഗീതമായി മാറിയിട്ടുള്ള വി ഷാൽ ഓവർകം, നീഗ്രോകളുടെ വിമോചന പാട്ടാണത്. ഇനി മരണത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ടൈറ്റാനിക്കിലെ ഗായകർ ആലപിച്ച പാട്ട് നിയറർ മൈ ഗാഡ് നിയറർ ടു ദീ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വന്ദേ മാതരം എന്ന പാട്ട്, സാരേ ജഹാൻ സെ അച്ഛാ എന്ന പാട്ട്, ഇതൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് പാട്ടുകളായി മാറിയ പാട്ടുകളാണ്. അബ്ബൈഡ് ഐ ഹാവ് എ ഡ്രീം എത്ര ആളുകളെ വല്ലാത്തൊരു പ്രത്യാശയിലേക്ക് നയിച്ച പാട്ടുകളാണ്. ഇങ്ങനെ പാട്ടുകളുടെ ഗണത്തിൽ അത്ഭുതപ്പാട്ട് അതേതാണ്? ആ പാട്ട് ജോൺ ന്യൂട്ടൺ എന്ന ഒരു അടിമകളെ വിൽപ്പന നടത്തിയിരുന്ന മനുഷ്യൻ രചിച്ച പാട്ടാണ്. ട്യൂൺ ചെയ്തതും അദ്ദേഹം തന്നെ. ജോൺ ന്യൂട്ടൺ ആദ്യമേ പറഞ്ഞല്ലോ, അയാൾ അടിമവേലയിൽ വ്യാപൃതനായി നിന്നിരുന്ന ഒരാളാണ്, അടിമ കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ്. റഫ് ആൻഡ് ടഫ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അങ്ങനെ അധികം മാനുഷിക ഭാവങ്ങളൊന്നും ഇല്ലാതിരുന്ന ആള്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്താണെന്നറിയോ? കപ്പൽ ഛേദം സംഭവിച്ചു. കപ്പൽ വല്ലാതെ മുങ്ങിത്താഴുന്ന കൊടുങ്കാറ്റിൻ്റെ ഭീതിതമായ ഒരു രാത്രിയിൽ ഇയാൾ അന്ന് ആദ്യമായിട്ട് മരണത്തെ മുഖാമുഖം നേരിടുകയാണ്. ഒത്തിരി ആളുകളെ മരണത്തിലേക്കും മരിച്ചവരെ പോലുള്ള ജീവിതത്തിലേക്കും തള്ളിയിട്ട മനുഷ്യനാണ്. അങ്ങനെയുള്ള ഇയാൾ മരണത്തെ മുഖാമുഖം നേരിടുകയാണ്. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ അന്ന് ഹൃദയം നുറുങ്ങി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു, ജീസസ് ക്രൈസ്റ്റ്, ഇഫ് യു ഗിവ് മി അനദർ ചാൻസ്,
ഐ വിൽ ലീഡ് എ നോർമൽ ഹോളി ഗുഡ് ലൈഫ് ബിഫിറ്റിംഗ് ഹ്യൂമാനിറ്റി. അതാണ് എൻ്റെ പ്രാർത്ഥന. നീ എനിക്ക് ചാൻസ് തരികയാണെങ്കിൽ മനുഷ്യത്വത്തോടുകൂടി ഞാൻ ജീവിക്കാം, പാപ വഴികളൊക്കെ വെടിയാം. അയാളുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് കാണണം. ആ പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ടായിരിക്കാം അയാൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് വളരെ ധ്യാനപൂർവം ഈ മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ അയാൾക്ക് തോന്നി പൗരോഹിത്യ വഴിയാണ് വളരെ നല്ലതെന്ന്. അയാൾ ആംഗ്ലിക്കൻ പ്രീസ്റ്റായി മാറി. പിന്നെ 24 മണിക്കൂറും അവൈലബിളായ പ്രീസ്റ്റ് എന്നുള്ള ഖ്യാതി അദ്ദേഹം നേടിയെടുത്തു. അത്രയ്ക്കേറെ പേരെ അദ്ദേഹം കേട്ടു, അവർ കൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു 280 ഗാനങ്ങളെങ്കിലും അയാൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ പാട്ടുകളൊക്കെ ഹൃദയത്തെ തൊടുന്ന പാട്ടുകളായി മാറി. പിന്നീട് അദ്ദേഹം എഴുതിയ ഏറ്റവും ഫേമസ് ആയ പാട്ട്, ആ പാട്ട് സംഗീത ലോകത്തെ എല്ലാവർക്കും അറിയാം. ആ പാട്ടിൻ്റെ വരികൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നാണ്. മലയാളത്തിൽ നമുക്കിങ്ങനെ പറയാം: എൻ്റെ അത്ഭുതപ്പെടുത്തുന്ന കൃപയെ, ഒന്നുമല്ലാത്ത വെറും നികൃഷ്ടനായ എന്നെ നീ ഇത്രയ്ക്കങ്ങ് സ്നേഹിച്ച് എന്നെ മാറ്റിയല്ലോ. ആ പാട്ട് പിന്നെ ലോകം മുഴുവൻ ഏറ്റെടുത്തു. അതിൻ്റെ തുടക്ക വരികൾ ഇയാൾ ധ്യാനിച്ച് പള്ളിയിലിരുന്ന് എഴുതിയതാണ്. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. ഈ പാട്ട് ആദ്യകാലം മുതലേ എല്ലാവരുടെ ഹൃദയത്തിൽ ചേക്കേറിയ പാട്ടായിട്ട് മാറി. ഇദ്ദേഹം മരിക്കുന്നത് ഡിസംബർ 21, 1807 മരിക്കുന്ന സമയത്തും ഇത്രയ്ക്കേറെ കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന മെഴുകുതിരി പോലെ മുന്നോട്ട് പോയൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും പാട്ടുപാടി തന്നെയായിരിക്കും മരിക്കുക. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫർ പറയുന്നുണ്ട്, അദ്ദേഹം അന്ന് വാർദ്ധക്യം മൂലം ക്ഷീണിതനാണ്, പക്ഷെ മുഖത്ത് വല്ലാത്തൊരു ഗ്രേസ് ഉണ്ട്. കർത്താവിൻ്റെ ക്രൂശിത രൂപത്തെ നോക്കി കിടക്കുകയാണ് അദ്ദേഹം. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഐ ആം വെരി ഹാപ്പി, ഐ എം സോ മെറി, സോ ഐ വിൽ സിങ്. ഞാൻ ഭയങ്കര സന്തോഷമുള്ള ആളാണ്, അതുകൊണ്ട് അവസാനമായിട്ട് ഞാനൊന്ന് പാട്ട് പാടും. എന്നിട്ട് അദ്ദേഹം അവസാനമായിട്ട് പാടിയത് സ്വന്തം പാട്ട് തന്നെയാണ്, ഈ അമേസിങ് ഗ്രേസ് എന്ന ആ പാട്ടിലെ വരികൾ തന്നെയാണ് അവസാനത്തെ വരികൾ. The Lord has promised good to me. His word my hope secures. He will my shield and portion be, as long as life endures. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. ഈ പാട്ട് പിന്നീട് വളരെ അത്ഭുതകരമായ പാട്ടായിട്ട് മാറി. എങ്ങനെ? ഒന്നാമതായിട്ട് ഇത് സ്ട്രെസ് റിലീവറായിട്ട് ഡോക്ടർമാർ തന്നെ കരുതാൻ തുടങ്ങി. അതായത് അങ്ങേറ്റം സ്ട്രെസ്സുള്ള ആളുകൾ ഈ പാട്ടിൻ്റെ ചിറകിൽ സ്ട്രെസ്സ് ഇല്ലാതാക്കി ആകാശത്തുള്ള ഉയരുന്ന കാഴ്ചകൾ ഡോക്ടർമാർ തന്നെ കാണുന്നു, അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ന്യൂറോളജിക്കൽ സംബന്ധമായ രോഗങ്ങൾ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, സ്ട്രോക്ക്, ഇവയെ അല്പമെങ്കിലും ഒന്ന് കുറക്കാൻ ഈ പാട്ടിന് സാധിക്കുമെന്ന് തെറാപ്യൂട്ടിക് ഇഫക്ട്സ് ഓഫ് ദ സോങ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുവാൻ തുടങ്ങി. ഹാർട്ട് ഡിസീസ്, വല്ലാത്ത ഡിപ്രഷൻ,
ഇതുപോലുള്ള അസുഖങ്ങൾക്കും പാട്ട് മരുന്നായിട്ട് ചില ഡോക്ടർമാർ പറയുവാൻ തുടങ്ങി. മാത്രമല്ല, നിങ്ങളുടെ മൂഡ് ഡിസോർഡേഴ്സ് മാറ്റാനും പാട്ട് നല്ലതാണെന്ന് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ തുടങ്ങി. ഇനി പൾമണറി സംബന്ധമായ റെസ്പിറേറ്ററി സംബന്ധമായ കുറേ അസുഖങ്ങൾ, അതായത് വളരെ സ്ലോ റിതമാണ് ഈ പാട്ടിന്. അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ പൾമണറി ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡർ പോലുള്ള സംഗതികൾ മാറി കുറച്ചുകൂടി ശ്വാസോച്ഛ്വാസം ക്രമപ്പെടുത്തുന്നതിന് പാട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ദ മോസ്റ്റ് തെറാപ്യൂട്ടിക് സോങ് എന്ന ഒരു ടൈറ്റിലും ഈ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. ഈ പാട്ട് നിങ്ങളൊന്ന് ഹൃദയപൂർവ്വം കേട്ടു നോക്കുക. ഞാനിപ്പോൾ പാട്ട് പാടിയതുപോലെയൊന്നുമല്ല, നല്ല ഡെപ്തോടുകൂടി നല്ല ശുദ്ധിയോടുകൂടി ഈ പാട്ട് പാടി ധാരാളം പേർ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പാടി നോക്കുക, കേട്ടു നോക്കുക. ആ പാട്ടിൻ്റെ ചിറകിൽ നിങ്ങളൊന്ന് ഉയർന്നു നോക്കുക. നിങ്ങളുടെ ജീവിതവും മെച്ചപ്പെടും. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ മിഷൻ പ്രദേശങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും അലയടിക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് സത്യത്തിൽ വിശ്വാസ പ്രകാശത്തിൻ്റെ ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രവുമുണ്ട്. ആ പാട്ട് ഇതാണ്: ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഈ പാട്ട് ഇന്ത്യയിൽ നിന്നും പിന്നീട് ലോകം മുഴുവൻ പരക്കുകയും വൃതവാഗ്ദാനങ്ങൾ ദിവസവും മറ്റും ഈ പാട്ട് എല്ലായിടങ്ങളിലും ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഈ പാട്ട് സത്യത്തിൽ ഒരു ഇന്ത്യൻ മിഷനറിയുടെ ജീവഗന്ധമുള്ള പാട്ടാണ്. ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ധാരാളമായിട്ട് മിഷനറിമാർ വരാൻ തുടങ്ങി. അവിടെ ഗാരോ വംശജരായ പലരെയും ഈ മിഷനറിമാർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയുണ്ടായി. അതിൽ ഈ ഗാരോ വംശത്തിൽപ്പെട്ട ഒരു ആള്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ ഗ്രാമമുഖ്യന് ഇക്കാര്യം ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അയാൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരുടെ ഗ്രാമസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ പുതിയ ഒരു വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെയും രീതികളെല്ലാം നീ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് തന്നെ നിന്നെ കൊല്ലും. നീ ഈ വിശ്വാസം ത്യജിക്കുന്നില്ലെങ്കിൽ നിന്നെ കൊല്ലും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഗാരോ ഭാഷയിൽ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് ഇംഗ്ലീഷിലെ പാട്ടിൻ്റെ വരികളായിട്ട് മാറിയത്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി തിരിഞ്ഞു നോക്കില്ല, ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മക്കളെ രണ്ടുപേരെയും കൺമുന്നിൽ വെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? ആരും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ കർത്താവിനെ അനുഗമിക്കും, തിരിഞ്ഞു നോക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നീട് എന്ത് ചെയ്യുന്നു? ഭാര്യയെ കൊല്ലുന്നു. ഭാര്യയെ കൊല്ലുമ്പോഴും അക്ഷോഭ്യനായി കണ്ണീർ പൊഴിക്കാതെ ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിക്കുന്ന മട്ടിൽ വിദൂരതയിൽ നോക്കിയിട്ട് അയാൾ പറഞ്ഞത്രേ, എൻ്റെ മുന്നിൽ കുരിശ്, എൻ്റെ പിന്നിൽ ലോകം, ലോകത്തെ വെടിഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ആർക്കും എന്നെ തടയാനാവില്ല, തിരിഞ്ഞ് നോക്കുകയില്ല ഞാൻ. അവസാനം ഇയാളെയും കൊന്നു. പക്ഷെ കൊല്ലുന്ന നേരത്തും അങ്ങേറ്റ ശാന്തതയോടുകൂടി സൗമ്യതയോടുകൂടി അക്ഷോഭനായി എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് ഇയാൾ മരിച്ചത്രേ. പിന്നെ റിയൽ അത്ഭുതം സംഭവിക്കുകയായി. ഗ്രാമമുഖ്യൻ ചിന്തിച്ചു, സ്വന്തം മക്കളെ, ഭാര്യയെ, എല്ലാവരെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്വന്തം ജീവൻ വെടിയുവാൻ തയ്യാറായ ഒരു മനുഷ്യൻ, അയാൾ ഇത്രയ്ക്കേറെ ധൈര്യവാനാക്കുന്ന,
ഇത്രയ്ക്കേറെ ശാന്തനാക്കുന്ന, ഇത്രയ്ക്കേറെ സ്നേഹാർദ്രതയുള്ളവനാക്കി മാറ്റുന്ന ഒരാൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഇവിടെ ഈ ലോകത്തിൻ്റെ ഈ ഒരു അതിർത്തിയിലെ ഒരു മനുഷ്യനെ ഇത്രയ്ക്കേറെ ചലിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾ ആരായിരിക്കും? അയാൾ എത്ര പ്രതാപശാലിയായിരിക്കും? ആ ചിന്തയിൽ ഗ്രാമം മുഖ്യനും ഗ്രാമം മുഴുവനും ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തു മത വഴിയിലൂടെ വന്നത്രേ. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സാധു സുന്ദർ സിംഗ് അദ്ദേഹം ഈ മനുഷ്യൻ്റെ രക്തസാക്ഷിയുടെ അവസാന മൊഴികൾക്ക് ഇംഗ്ലീഷ് ഭാഷ്യം നൽകി. അതൊരു പാട്ടാക്കി മാറ്റി. ആ പാട്ട് പിന്നെ ലോകം മുഴുവൻ ഏറ്റുപാടുന്ന ഒരു പാട്ടായിട്ട് മാറുകയും ചെയ്തു. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. പിന്നെ ഭാര്യയെ മക്കളെ കൊല്ലുന്ന നേരത്ത് ആൾ പറഞ്ഞ വരികളുടെ പാട്ടിലെ രൂപം, Though none go with me, I still will follow. Though none go with me, I still will follow. No turning back. No turning back. ഭാര്യയെ കൂടി കൊന്ന സമയത്തും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുടെ ഗാനരൂപം ഇങ്ങനെയാണ്, The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back, no turning back. ആ വരികളോട് ചേർത്ത് പിന്നെ ആരോ നമ്മൾക്കുള്ള ഒരു ആഹ്വാനം പോലെ ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു, Will you decide now to follow Jesus? Will you decide now to follow Jesus? Will you decide now to follow Jesus? No turning back, no turning back. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇങ്ങനൊരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിൽ അഗാധതയിൽ ആരോ ഒന്ന് തൊടുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാവുന്നില്ലേ? നിങ്ങൾ ഈ പാട്ടും ധ്യാനപൂർവ്വം ഒന്ന് കേട്ടു നോക്കണം. പലപ്പോഴും പാതി വഴിയിൽ തിരിഞ്ഞു പോരുന്നവരാണ് നമ്മളൊക്കെ. പാതി വഴിയിൽ പാട്ടുപേക്ഷിച്ച പെട്ടുപോലെയാണ് ചില നേരങ്ങളിലെങ്കിലും നമ്മൾ. കർത്താവിനെ അനുഗമിക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ പാതി വഴിയിൽ വഴിമറന്നുപോയി, ലക്ഷ്യം മറന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പാടിത്തരികയാണ്, I have decided to follow Jesus. No turning back, no turning back. ഈ ധ്യാനവും ഈ ഗാനവും നമ്മുടെ ധ്യാനമാക്കിയൊന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും പറയും. ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ക്രിസ്മസ് പാട്ട് ഏതാണ്? ഞാൻ പറഞ്ഞു തീരും മുമ്പേ നിങ്ങൾ മൂളി തുടങ്ങും, സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ്. സത്യത്തിൽ ഈ പാട്ട് സ്റ്റിലെ നാച്ച്ഡ് എന്ന് തുടങ്ങുന്ന ജർമ്മൻ പാട്ടായിരുന്നു. സമയം 1818. പള്ളിയിൽ പാതിര കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തപ്പെടുകയാണ്. ജോസഫ് മോഹർ എന്ന അച്ഛൻ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അവസാന സമയത്ത് ഒരുക്കങ്ങൾക്കിടയിൽ മനസ്സിലാക്കി പിയാനോ വർക്ക് ചെയ്യുന്നില്ല, പിയാനോ തകരാറിലാണ്. പാതിര കുർബാനയ്ക്ക് അധികം സമയമൊന്നുമില്ല. അദ്ദേഹം അസ്വസ്ഥനായി. എന്തു ചെയ്യും? കാരണം നിങ്ങൾക്കറിയാലോ, യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊയർ അതിപ്രാധാന്യമുള്ള ഒന്നാണ്. അതൊരു പാവപ്പെട്ട പള്ളിയാണ്, തീർത്തും ദരിദ്രരായ ആളുകൾ തിങ്ങി നിറയുന്നൊരു കോൺഗ്രിഗേഷൻ. അവിടെ പിയാനോ തകരാറിലാവുക എന്നുള്ളത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അല്പസങ്കടത്തോടു കൂടി ഇനി എന്ത് ചെയ്യുന്ന രീതി പുറത്തേക്ക് നടന്നത്രേ. തണുപ്പുള്ള, ഇടയ്ക്കിടയ്ക്ക് നക്ഷത്രങ്ങൾ എത്തി നോക്കുന്ന ആകാശത്തേക്ക് നോക്കി അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന്
ദൈവികമായ ഒരു സന്തോഷം, ദൈവികമായിട്ടുള്ള ആനന്ദഭാവങ്ങളൊക്കെ അദ്ദേഹത്തെ വന്ന് പൊതിഞ്ഞു കാണണം. അപ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ മൂളിയത്രേ, സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ്. ഓഫ് കോഴ്സ് അദ്ദേഹം ജർമ്മനിയിലായിരിക്കാം ആ പാട്ടൊന്ന് മൂളിയത്. നേരെ തിരികെ വന്നു. തിരികെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഫ്രാൻസിസ് സേവിയർ ഗ്രൂബർ എന്ന മ്യൂസീഷ്യനെ വിളിച്ചു. രണ്ടുപേരും കൂടി പള്ളിയിലിരുന്ന് ഗിറ്റാർ വായിച്ച് ആ പാട്ട് ചിട്ടപ്പെടുത്തിയെടുത്ത്. അപ്പോൾ ഗിറ്റാറിൻ്റെ ഇനത്തിൽ ആദ്യമായിട്ട് 1818 പാതിര കുർബാനയ്ക്ക് ഈ പാട്ട് അവർ പാടി. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിലെ നാച്ച്ഡ് എന്ന പേരിൽ ജർമ്മൻ ഭാഷയിൽ പാടിയ പാട്ട് വളരെ പെട്ടെന്ന് തന്നെ ലോകം ഏറ്റെടുത്തു. ഇന്ന് ഓരോ വർഷവും ഈ പാട്ട് ലോകം മുഴുവൻ ഏറ്റുപാടുകയാണ്. 2 ബില്യൺ പീപ്പിളാണ് ഓരോ വർഷവും ക്രിസ്മസ് കാലത്ത് ഈ പാട്ട് പാടുന്നതെന്നാണ് ചരിത്രം പറയുക. 2011 യുനെസ്കോ ഇത് ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഈ പാട്ടിനെ, ഒരു പാട്ടിനെ കൾച്ചറൽ ഹെറിറ്റേജ് ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ എല്ലാവരും ക്രിസ്മസ് കാലത്ത് സൈലന്റ് നൈറ്റ് ഇല്ലാതെ, ഹോളി നൈറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ആഘോഷം ഉണ്ടാവുക? എല്ലാവരും ഈ പാട്ട് പാടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ പാട്ട് അന്നത്തെ ആ കോൺഗ്രിഗേഷന് വേണ്ടി എഴുതപ്പെട്ടത് അവർക്ക് പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയാണ്. ദരിദ്രരായ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊടുക്കാൻ വേണ്ടിയാണ് ഈ പാട്ട് തയ്യാറാക്കി അവർ പാടിയത്. അന്ന് ആ പാവപ്പെട്ട മനുഷ്യർ ഗിറ്റാർ മാത്രം മീട്ടി ആ പാട്ട് പാടിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ണി പറഞ്ഞു. ഇന്നും സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ് എന്നൊക്കെ നമ്മൾ പാടി തുടങ്ങുമ്പോൾ അറിയാതെ ബെത്ലഹേമിൽ ജ്ഞാനികൾക്ക് വേണ്ടി കൺതുറന്ന ഒറ്റ താരകം നമ്മുടെ ഉള്ളിൽ കൺതുറക്കുന്ന അനുഭവം ഉണ്ടാവും. മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു പുൽക്കൂട് തയ്യാറാവും. അറിയാതെ ഉണ്ണി അവിടെ വന്നു പിറക്കുന്നു. ആ ഉണ്ണിയിൽ നമ്മൾ വീണ്ടും പിറക്കുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും. ഓരോ പാട്ടും ഓരോ പിറവി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഓരോ പാട്ടും സ്വർഗത്തിലേക്ക് ചിറകുകൾ വിരിച്ച് പറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നല്ല പാട്ടുകൾക്ക് നന്ദി പറയാം. പാട്ട് പാടാൻ കൊതിച്ച് ഞാൻ പാട്ടായി തീരാൻ പഠിച്ചു എന്ന് ടാഗോർ എഴുതിയതുപോലെ നമുക്കും ഒരു സങ്കീർത്തനമായി മാറാൻ ശ്രമിക്കാം. നല്ല യാത്ര നേരുന്നു.